ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവല വിതയ്ക്കുന്നു, കൊയ്യുന്നു, കളപ്പുരകളിൽ ശേഖരിക്കുന്നു. അധ്യായം 7. പത്മാവതി അമ്മ ചെന്ന് നോക്കുമ്പോൾ മഞ്ജിമ മയക്കം വിട്ടെണീറ്റ് കട്ടിലിലിരുന്ന് തല മാന്തുകയാണ്. ഞാൻ കുറച്ചു മുൻപേ വന്ന് നോക്കി. നല്ല ഉറക്കം. പത്മാവതി അമ്മ പറഞ്ഞു. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദൂരയാത്ര ചെയ്ത് വന്നതല്ലേ. ക്ഷീണമുണ്ടായിരുന്നു മുത്തശ്ശി. തലയിൽ താരനുണ്ടല്ലേ? ഉണ്ടോന്ന്. അതാ മുടി മുഴുവൻ കൊഴിയുന്നേ. പത്മാവതി അമ്മ പോയി ഒരു ഔഷധക്കുപ്പി എടുത്തുകൊണ്ട് വന്നു. ഇത് നമ്മളിവിടെ ഉണ്ടാക്കി കടയിൽ വിറ്റോണ്ടിരുന്നതാ. ഉള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കറ്റാർ വാഴയും ചേർത്ത് കാച്ചിയതാ. നീയും കൂടെ എണീറ്റ് വാ. പത്മാവതി അമ്മ പിന്നാമ്പുറത്തെ തളത്തിലേക്കുള്ള വാതിൽപ്പടിയിലിരുന്നു. മഞ്ജിമയെ താഴെ സ്റ്റെപ്പിലിരുത്തി അവളുടെ മുടി അഴിച്ചിട്ട് നല്ല പോലെ എണ്ണ പുരട്ടി. പേൻചീപ്പ് കൊണ്ട് തല ചീകിക്കൊടുത്തു. നീ എപ്പോഴാ സാധാരണ കുളിക്കുക? ഒരു ഉച്ചയടുപ്പിച്ച് കുളിക്കും. അതാവുമ്പം രാവിലെ വൈകി കുളിച്ചൊന്നുമായി. വൈകിട്ട് കുളിക്കാതിരിക്കാൻ ഒരു കാരണവും കിട്ടി. ഉച്ചയ്ക്കല്ലേ കുളിച്ചത്? മഞ്ജിമ കൺകോണിലൂടെ മുത്തശ്ശിയെ നോക്കി. ശരീരം വേർക്കണോര് രാവിലെയും വൈകിട്ടും കുളിക്കണം. നീ വൈകിട്ട് ഉടുതുണി മാറി ഉടുക്കോ? വൈകിട്ട് കുളിക്കുവാണെങ്കിൽ. മഞ്ജിമ ഏതോ ഇരുട്ടിൽ തപ്പി. വൈകിട്ട് കുളിക്കണം മോളെ. വിയർത്തുണങ്ങിയ ശരീരവും ഉടുപ്പുമായിട്ട് ചെന്ന് കിടക്കരുത്. കൂടെ ഒരാൾ കിടക്കാനുള്ളതാണെന്ന കാര്യം ഓർക്കണം. നമുക്ക് നമ്മുടെ വിയർപ്പിൻ്റെ മണം അറിയില്ല, വേറൊരാളുടേത് അറിയാം. അയാൾക്കും അങ്ങനെയാണെന്ന് ഓർമ്മ വേണം. അതുപോലെ കിടക്ക വിരിയും, തലയണ ഉറയും, ചുളിഞ്ഞു കിടക്കരുത്. എന്നും തട്ടിക്കുടഞ്ഞ് വിരിക്കണം. കനച്ച മണം വരുന്നതിന് മുൻപേ അലക്കണം. നല്ല വൃത്തിയുള്ള കിടക്കയിൽ സ്വന്തം പെണ്ണ് കുളിച്ചു മിടുക്കിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അരികെ വന്ന് കിടക്കുമ്പം ഏത് ഭർത്താവിനാ സന്തോഷം തോന്നാത്തെ? നീ ഓർക്കും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലെന്ന്. ചെറിയ ഇഷ്ടിക കൊണ്ടല്ലേ വലിയ കെട്ടിടങ്ങൾ പണിയുന്നേ. എനിക്ക് നീറ്റ്നെസ് കുറവാണെന്ന് വിനയേട്ടൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല കാര്യം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിന്റെ വൃത്തിയാ അവൻ്റെയും വൃത്തി. നീ നല്ലതാണെങ്കിൽ അവനെ നിർബന്ധിക്കാം നല്ലതാകാൻ. അവൻ രാത്രി കുളിക്കോ? ചിലപ്പോൾ രാത്രി ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വന്ന. അത്രയും പറഞ്ഞപ്പോഴാണ് ഓർത്തത് വേണ്ടായിരുന്നെന്ന്. എന്താ നിർത്തിയേ? അവൻ കള്ളു കുടിക്കോ? എപ്പോഴുമില്ല, വല്ലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ. മുത്തശ്ശി നെടുവേർപ്പിടുന്നത് അവൾ കണ്ടു. കുറേയൊക്കെ പറഞ്ഞു തിരുത്താൻ നോക്കണം. ദേഷ്യപ്പെട്ടല്ല, സങ്കടപ്പെട്ട്. നിലത്ത് ഒരു ഷീറ്റ് വിരിച്ച് കിടന്നേക്കണം അവൻ കള്ളു കുടിച്ചു വരുന്ന ദിവസം. അതാണ് നമ്മുടെ പിണക്കം. നീ പിണങ്ങി മാറിക്കിടക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്നോട് പിണങ്ങി മാറിപ്പോയി കിടക്കും. അപ്പോൾ നീ എന്തു ചെയ്യും? ഞാൻ എന്തു ചെയ്യാനാ? എനിക്ക് ഗുസ്തി പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? വേണ്ട. നീയൊരു ഷീറ്റും തലയണയും എടുത്തോണ്ട് പോയി അവൻ കിടക്കണ മുറിയിൽ നിലത്തോട്ട് വിരിച്ചു കിടന്നേക്കണം. എത്ര വഴക്കിട്ടാലും എത്ര പിണങ്ങിയാലും അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മാറി നിൽക്കില്ല എന്ന് അവന് തോന്നണം. അതവന് മാത്രമല്ല നിനക്കും വലിയ സമാധാന. പിണക്കമൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകും. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഇതല്ലേ ശരിക്കുള്ള കിടപ്പുമുറി. ഇവിടെ കിടക്കേണ്ട ആളല്ലേ പോയി കിടക്കണത് എന്നൊക്കെ വാശി പിടിക്കരുത്. ആരുടെ കൈപിടിച്ചാ നീ ഇറങ്ങിപ്പോയത്? ആ ആള് എവിടെയാ കിടക്കണത്? പീഡകത്തിണ്ണയിലാണോ? എങ്കിൽ അതാണ് നിന്റെ കിടപ്പറ. അതെപ്പോഴും ഓർമ്മ വേണം. എല്ലാം മുത്തശ്ശി അറിഞ്ഞിട്ട് തന്നെ പറയുകയാണെന്ന് മഞ്ജിമയ്ക്ക് തോന്നിപ്പോയി. പിണങ്ങിയിട്ടുള്ള മാറിക്കിടക്കലൊക്കെ ചെറിയ ചെറിയ ഉപേക്ഷിക്കലുകളാ. നിന്നെ എനിക്ക് വേണ്ടെന്ന് പറയാതെ പറയുകയാണ്. പെണ്ണ് അങ്ങനെ ചെയ്താൽ ആണിൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകും. പുറകെ ചെല്ലാൻ അഭിമാനം സമ്മതിക്കുകയുമില്ല. പെണ്ണിന് അത്രയും തടസ്സമില്ല. അതാ പറഞ്ഞേ. വിനയനോട് വഴക്കിടുമ്പോൾ താനാണ് മാറിപ്പോയി കിടക്കാറുള്ളതെന്ന് മഞ്ജിമ ഓർത്തു. ഓരോ തവണയും നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നോ ഉപേക്ഷിക്കാൻ മടിയില്ലെന്നോ പറയാതെ പറയുകയായിരുന്നു താൻ. എന്നും കുളിച്ചില്ലെങ്കിൽ ശരീരം വൃത്തികേടാകും എന്ന് പറയുന്ന പോലെ തന്നെ എന്നും കഴുകി വെടുപ്പാക്കേണ്ട സംഗതിയാ മനസ്സും. കുറേ അഴുക്ക് മനസ്സിലും വന്നടിയും. ദേഷ്യം, അസൂയ, വൈരാഗ്യം, പിണക്കം, വേദന, കുശുമ്പ്, അങ്ങനെ കുറേ. അതെല്ലാം അന്നന്ന് പെറുക്കിക്കളഞ്ഞേക്കണം. വെച്ചോണ്ടിരിക്കരുത്. ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം അടുത്തുള്ളവരെ മാത്രമേ ബാധിക്കത്തുള്ളൂ. മനസ്സിൽ നിന്ന് വരുന്ന ദുർഗന്ധം ദൂരെയുള്ളവരെ പോലും ബാധിക്കും. ഇന്നലെ ചെയ്തില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. നാളെ ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യരുത് ഒരു കാര്യവും. ഇന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തല്ലോ എന്നായിരിക്കണം ഏറ്റവും വലിയ തൃപ്തി. മുത്തശ്ശിയുടെ കാൽമുട്ടിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് മഞ്ജിമ എല്ലാം മൂളിക്കേട്ടു. തലയിൽ ചീപ്പ് ഓടുന്നുണ്ട്. ചിലപ്പോഴെല്ലാം അതും യാന്ത്രികമാണ്. നീ പോരായ്മകൾ പറഞ്ഞ് അവനെ അലട്ടാറുണ്ടോ? ഇല്ല മുത്തശ്ശി. കുറേ തവണ നീ പറയുന്ന കേട്ടു.
അവന് ഉദ്ദേശിച്ച പോലെ നല്ല ജോലി കിട്ടിയില്ല, പ്രതീക്ഷിച്ച ശമ്പളം കിട്ടിയില്ല, നല്ല വീട് കിട്ടിയില്ല എന്നൊക്കെ. അതൊക്കെ ശരിയാ. എല്ലാവർക്കും ആഗ്രഹം വലിയ ജോലിയും നല്ല ശമ്പളവുമാ. പക്ഷെ ഭൂരിപക്ഷം പേർക്കും അങ്ങനെ കിട്ടാറില്ല. കിട്ടാൻ യോഗ്യതയുള്ളവർ ചെറിയ ജോലി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ലേ? അർഹതയില്ലാത്തവർ വലിയ സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നില്ലേ? അതൊക്കെ ഓരോ വിധിയാ. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അവന് ആഗ്രഹം കാണും, നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം വാങ്ങണം, നിനക്ക് നല്ല ഡ്രസ്സ് വാങ്ങിത്തരണം, നല്ല വീട്ടിൽ താമസിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, ഒരു കാർ വേണം എന്നൊക്കെ. അതൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അലട്ടരുത്, നിരാശ കാണിക്കുകയും ചെയ്യരുത്. ഉണ്ടാവും, നമ്മൾ ഒന്നിച്ചു നിന്നാ ഉണ്ടാവുമെന്നേ പറയാവൂ. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആദ്യകാലത്തൊക്കെ പറയുമായിരുന്നു. ആദ്യകാലം എന്ന് പറയാൻ എത്ര കാലം കഴിഞ്ഞു? 1.5 വർഷമല്ലേ ആയുള്ളൂ. 15 വർഷം കഴിഞ്ഞാലും നീ പ്രതീക്ഷ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോരാൻ തോന്നിയത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഏത് ശാപം പിടിച്ച നേരത്താണോ എന്ന് ഒരിക്കലെങ്കിലും നീ അവനോട് പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുമ്മ മിണ്ടുന്നില്ല. 100 തവണ പറഞ്ഞിട്ടുണ്ട്. വഴക്കിട്ടപ്പോൾ പറഞ്ഞു പോയതായിരിക്കും. പിന്നെ ക്ഷമ പറഞ്ഞോ? അതും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലായ്മയുടെ കയത്തിലോട്ടല്ലേ എടുത്തു ചാടിയത്. 2 പേരും ഒന്നിച്ചു തുഴഞ്ഞാലേ കര കയറാൻ പറ്റൂ. ആണിന് അവൻ്റെ പെണ്ണ് കൊടുക്കുന്നതാ ഏറ്റവും വലിയ ബലം. അവൾക്ക് പ്രതീക്ഷയില്ലെങ്കിൽ അവനും പ്രതീക്ഷ കൈവിട്ട് കളയും. ഭാര്യയ്ക്ക് മതിപ്പും ബഹുമാനവുമില്ലെങ്കിൽ മതിപ്പുള്ള കൂട്ടുകാരുടെ അടുത്തോട്ട് പോകും അവൻ. നീ വലിയ വീട്ടിൽ നിന്ന് വന്നവളല്ലേ, അപ്പോൾ നീ ചെറുതാകണം, അവനെ വലുതായിട്ട് കാണണം. പകരം അവൻ നിന്നെ വലുതായിട്ട് കാണണമെന്ന് വെച്ചാൽ അവൻ അതിനുള്ള ശേഷിയുമില്ല, അഹന്ത സമ്മതിക്കുകയുമില്ല. അല്ലെങ്കിലും നമ്മൾ ഏതവസ്ഥയിലോട്ടാണോ ചെല്ലുന്നത് ആ അവസ്ഥയുമായിട്ടാ പൊരുത്തപ്പെടേണ്ടേ, അല്ലേ? മുത്തശ്ശി പറയുമ്പോൾ എല്ലാം ശരിയാകുന്നു. താൻ മറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ എൻ്റെ ചിന്തയായിരുന്നു ശരിയെന്ന് മഞ്ജുമ്മ ഓർത്തു. നീ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ? മാധവൻ പറഞ്ഞത് നിന്റെ സ്റ്റവിൽ ചിലന്തിവല കണ്ടെന്നാ. ഞാൻ വല്ലപ്പോഴും. ഇല്ലെന്ന് പറയാൻ നിനക്ക് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നീ ആഹാരം ഉണ്ടാക്കണമെന്ന് അവൻ പറയാറില്ലേ? പക്ഷേ അതിനുള്ള സൗകര്യം കൂടി വേണ്ടേ? നല്ലൊരു സ്റ്റൗ, പാത്രങ്ങൾ, ഒരു ഫ്രിഡ്ജ്, മിക്സി, നല്ലൊരു കിച്ചൺ. മോളെ, നീ താഴോട്ട് ഇറങ്ങിച്ചെന്നവളല്ലേ. അവിടെ എന്തുണ്ടോ അതുമായിട്ട് പൊരുത്തപ്പെടണ്ടേ? നിനക്ക് എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? അതൊക്കെ പോട്ടെ, നിനക്ക് വല്ലതും ഉണ്ടാക്കാനറിയോ? ചോറ് തിളപ്പിക്കാനൊക്കെ പറ്റും. അവൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരികയാ ചെയ്തുകൊണ്ടിരുന്നേ, അല്ലേ? എനിക്ക് കറിയൊന്നും വയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ലേ? 1.5 വർഷമായില്ലേ, എന്നിട്ടും പഠിച്ചില്ലേ? ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്ന സമയത്ത് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ അമ്മായിയമ്മ പറഞ്ഞപ്പോൾ 1.5 ലിറ്റർ വെള്ളത്തിൽ വെണ്ടയ്ക്ക മുറിച്ചിട്ട് വേവിച്ചു തുടങ്ങിയവളാ ഈ മുത്തശ്ശി. അതിനുശേഷം എന്തൊക്കെ പഠിച്ചു? 1.5 മാസം കൊണ്ട് പഠിക്കേണ്ടവളല്ലേ നീ? ശ്രമിച്ച സാധിക്കാഞ്ഞിട്ടാണോ? മഞ്ജിമ ഓർക്കുകയായിരുന്നു. വീട്ടിൽ ആഹാരം ഉണ്ടാക്കണമെന്ന് വിനയകുമാർ നിർബന്ധിച്ചതും വഴക്കിട്ടതും ഒടുവിൽ പരാജയപ്പെട്ട് പിന്മാറിയതും. നീ വലിയ മാളിക വീട്ടിൽ നിന്ന് വന്നവളാണെന്ന വിചാരം ഇപ്പോഴും ഉണ്ടെങ്കിൽ എടുത്തു കളയണേ. അതിപ്പം ചീഞ്ഞു നാറിയിരിക്കുക. പണ്ടേ കളയേണ്ടതായിരുന്നു. നീയൊരു പാവപ്പെട്ട വർക്ക്ഷോപ്പ് മെക്കാനിക്കിൻ്റെ മകൻ്റെ ഭാര്യയാ, അല്ലേ? അങ്ങനെ നീ നിന്നെ കാണാവൂ. മഞ്ജിമ തലകുലുക്കി. ചുമ്മാ തലകുലുക്കിയാൽ പോരാ, മനസ്സിൽ തോന്നണം. മുത്തശ്ശി മുടി ചീകുന്നത് നിർത്തി. ഇനിപ്പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മിടുക്കിയായിട്ട് വാ. എന്നും സന്ധ്യയ്ക്ക് മുന്നേ കുളി കഴിഞ്ഞിരിക്കണം. ഉറങ്ങാൻ കിടക്കണേന് മുൻപ് മുടി ഉണങ്ങണ്ടേ? നീ അവിടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തലും സന്ധ്യാവന്ദനവും ഒക്കെയുണ്ടോ? ഞാനതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെങ്ങന്നൂരായിരുന്നപ്പോൾ അമ്മയാ വിളക്ക് വയ്ക്കാറ്. അത് അമ്മയുടെ വീടായതുകൊണ്ട്. നീ താമസിക്കുന്ന വീട് ഏതായാലും അത് നിൻ്റേതാ. നീ അവിടുത്തെ ഗൃഹനായികയാ. അമ്മ കാണിച്ചു തന്നത് ചെയ്യേണ്ടവളല്ലേ നീ? വൈകുന്നേരം അമ്മ മുറ്റം തൂക്കുന്നത് കണ്ടിട്ടില്ലേ? വിളക്ക് വയ്ക്കുന്നതും നാമം ജപിക്കുന്നതും കണ്ടിട്ടില്ലേ? ഞാൻ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാ എൻ്റെ മകൾ. പക്ഷെ അവൾ ചെയ്യുന്നത് കണ്ടിട്ട് അവളുടെ മകൾ പഠിച്ചില്ല. മഞ്ജിമ്മയ്ക്ക് വല്ലായ്മ തോന്നി. എന്തുമാത്രം പോരായ്മകളാണ്. എല്ലാം തികഞ്ഞവളെന്നായിരുന്നു ധാരണ. എന്തെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. മഞ്ജിമ്മ എഴുന്നേറ്റ് പോയി മാറാനുള്ള ഡ്രസ്സും എടുത്ത് കുളിമുറിയിൽ കയറി. ഷവറിന് കീഴിൽ നിൽക്കെ മുത്തശ്ശി മുറ്റം തൂക്കുന്ന ശബ്ദം അവളുടെ കാതുകളിലെത്തി. താൻ മുറ്റം തൂത്തുകൊടുത്ത് സഹായിക്കേണ്ടതായിരുന്നുവെന്ന് അവൾ പരിതപിച്ചു. വൈകി ഉണരുന്ന വിവേകം ശീലമില്ലായ്മയാണല്ലോ എന്നോർത്തു. അധ്യായം 8. എടോ, തനിക്ക് ഭൂമിയിലെ ഈ ജന്മം വേണ്ടായിരുന്നെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാഞ്ഞിരവേലി പുഞ്ചയുടെ നടുവിലെ പൊട്ടിയ റോഡിലൂടെ നടന്നു വരുമ്പോൾ
പെട്ടെന്നായിരുന്നു ശ്രീധരക്കുറുപ്പിൻ്റെ ചോദ്യം. വിനയകുമാർ എന്തു മറുപടി പറയണമെന്ന് ആദ്യം ഒന്ന് സംശയിച്ചു. കുറേ കയ്പും കണ്ണീരുപ്പും രുചിച്ച ജീവിതമാണ്. എന്നാലും ജനിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആനന്ദാനുഭൂതികളുടെ മധുരവും കുറെ രുചിച്ചിട്ടുണ്ട്. എന്തു സുന്ദരം ജീവിതമെന്ന് തോന്നിയ നിമിഷങ്ങളുമുണ്ടായിരുന്നു. താനില്ലാത്ത ഭൂമി ഒന്ന് സങ്കല്പിച്ചു നോക്കടോ. ബാക്കി എല്ലാവരുമുണ്ട്, താൻ മാത്രമില്ല. അതത്ര സന്തോഷമുള്ള കാര്യമല്ല. കിട്ടിയ ജീവിതം വേണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ജന്മം തന്നവരോട് ഒരു കടപ്പാടില്ലേ? ഉണ്ട്. അതാ പറഞ്ഞത്, താൻ അവരെ പോയി കാണണം. ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? തൻ്റെ അച്ഛനും അനുജനും ജ്യേഷ്ഠനും ലോക്കപ്പിൽ കിടന്ന് പോലീസിൻ്റെ തല്ലുകൊണ്ടു. അമ്മയും സഹോദരിയും ആ ദിവസങ്ങളിൽ വല്ലാതെ പേടിച്ചു നടുങ്ങിക്കൊണ്ട ജീവിച്ചത് അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അവർക്ക് വേണ്ടിയല്ലല്ലോ അതൊക്കെ സഹിക്കേണ്ടി വന്നത്, തനിക്ക് വേണ്ടിയാണ്. എന്നിട്ട് താൻ പോയി അവരെ ഒന്ന് കാണുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. അവർക്കെന്നോട് ദേഷ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എടോ, കുറ്റബോധമുണ്ടെങ്കിൽ താൻ അവിടെ പോയി ക്ഷമയാചിച്ചേനെ. താൻ വിചാരിച്ചു കാണും ഒരു പെണ്ണിനെ സ്നേഹിച്ചതും രജിസ്റ്റർ മാരേജ് ചെയ്തതും അത്ര വലിയ അപരാധമൊന്നുമല്ലല്ലോ എന്ന്. എടോ, മാപ്പ് പറഞ്ഞ മായാത്ത വൈരമുണ്ടോ? അത്രയൊന്നും ചിന്തിച്ചില്ല മുത്തച്ഛ. വിനയകുമാർ മനസ്താപത്തിലേറ്റു പറഞ്ഞു. മഞ്ജുമോളുടെ വീട്ടുകാരുടെ കാര്യം താൻ ആലോചിച്ചിട്ടുണ്ടോ? തന്നെ തട്ടിക്കൊണ്ടുപോയതിനും കൊലപാതക ശ്രമത്തിനും ഇപ്പോഴും കേസ് നടക്കുകയാണ്. അവളുടെ ആങ്ങളമാരും അച്ഛനും സബ് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാമ്യത്തിലിറങ്ങിയെങ്കിലും മാനഹാനിക്ക് വല്ല ശമനം ഉണ്ടായോ? ലോകം മുഴുവൻ അവർക്കെതിരായില്ലേ? തനിക്ക് കിട്ടിയ അടി ചികിത്സിച്ചപ്പോൾ ഭേദമായി. അവരുടെയൊക്കെ മനസ്സിനേറ്റാടി ഭേദമാവാൻ ഇനി എത്ര വർഷങ്ങളെടുക്കും? തനിക്കിപ്പോഴും അവരോട് വിരോധം ഉണ്ടാവും ഇല്ലേ? ഉണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവരാ. എനിക്കെന്തെങ്കിലും അവരെപ്പോലെ പൈസ ഉണ്ടാകുമ്പോൾ ആ അടി തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് എൻ്റെ ചോര തിളച്ചു മറിഞ്ഞിട്ടുണ്ട്. വിനയകുമാർ തൻ്റെ ഉള്ളിലെ സത്യം മടി കൂടാതെ വെളിപ്പെടുത്തി. എടോ, താൻ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താൻ തട്ടിപ്പുകാരനാ. അവരുടെ വിലപ്പെട്ട മുതൽ കൊള്ളയടിച്ചുകൊണ്ട് പോയവനാ. കവർച്ചക്കാരനാ. തന്നോടവർക്ക് എങ്ങനെ വിരോധം തോന്നാതിരിക്കും? ഒരു കണക്കിൽ ശരിയാ. മഞ്ജു അവരോടെന്താ ചെയ്തത്? അവരെങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന കുട്ടിയാ. അവൾ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചാണോ അവൾ തൻ്റെ കൂടെ പോന്നത്? ഒരാവേശം, വിവരമില്ലായ്മ. ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ? വിനയകുമാറിൻ്റെ വികാരം വ്രണപ്പെട്ടു. തന്നെയല്ല കുറ്റപ്പെടുത്തിയത്. അവൾ എടുത്തു ചാടിയത് എങ്ങോട്ടാ? എന്തു കണ്ടിട്ടാ? അച്ഛനമ്മമാരുടെ അഭിമാനം അവൾ കാത്തോ? അവർ അവളിൽ അർപ്പിച്ച പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്നോ? അവർ കൊടുത്ത സ്നേഹവും വിശ്വാസവും അവൾ തിരിച്ചു കൊടുത്തോ? ഇല്ല. ആവേശത്തിൻ്റെ അലകൾ അടങ്ങിക്കഴിഞ്ഞ ഈ അവസ്ഥയിൽ വിനയകുമാറിന് അത് മനസ്സിലാകുന്നുണ്ട്. താൻ അവളെക്കൊണ്ട് ഒരു കത്തെഴുതിക്കണം, സകലതിനും മാപ്പ് പറഞ്ഞുകൊണ്ട്. ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, അവരുടെ മനസ്സൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ വലിയ മുള്ളു തറഞ്ഞിരിക്കുക. കോപത്തിൻ്റെ, വൈരത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വേദനയുടെ. ആ മുള്ളിരിക്കുമ്പോൾ ഒരിക്കലും അതുണ്ടാക്കിയ മുറിവ് ഭേദപ്പെടില്ല. മനസ്സുരുകിയ ഒരു ക്ഷമാപണം കൊണ്ട് ആ മുള്ള ഇളകിപ്പോയേക്കും. മുറിവുണങ്ങാൻ പിന്നെയും കാലതാമസം വേണ്ടി വന്നേക്കാം. എന്നാലും എന്നെങ്കിലും അതുണങ്ങുമല്ലോ. ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ എന്നോർക്കുകയായിരുന്നു വിനയകുമാർ. ഈ വൃദ്ധൻ്റെ നിസ്വാർത്ഥതയെ വഞ്ചിക്കുന്നതിൽ അയാൾക്ക് മനോവിഷമവും തോന്നി. സത്യം പറഞ്ഞ അറിവില്ലായ്മ കൊണ്ടും അഹന്ത കൊണ്ടും തൻ്റെ കൂടെ ചാടി പുറപ്പെട്ടതല്ലേ അവൾ. വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഇപ്പോഴത്തെ ജീവിതം മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ വരുവോ? താൻ സത്യസന്ധമായിട്ട് പറ. ഇല്ല. വിനയകുമാറിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. പ്രേമത്തിൻ്റെ അന്ധത കൊണ്ട് പറ്റിയ അബദ്ധ. ഇനി അത് സുബദ്ധമാക്കണം. എങ്ങനെ? പരസ്പരം കൈത്താങ്ങായിട്ട് ഉറച്ചു നിന്നുണ്ട്. അങ്ങനെയൊക്കെയാ ഞങ്ങൾ തുടങ്ങി വെച്ചത്. പോരാ, കാണാനില്ല. എടോ, അതിനൊക്കെ ഒരു നയം വേണം. താൻ അവളോടുള്ള സ്നേഹവും ഐക്യദാർഢ്യവും കാണിക്കാൻ വേണ്ടി കല്യാണ സൗഗന്ധികം അന്വേഷിച്ചൊന്നും പോകേണ്ട. ഒന്നാമത് അവൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെവി തുറന്നു വെച്ചേക്കണം. ചന്ദ്രനിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും സാധ്യമല്ല എന്നൊരു വാക്ക് വായിന്ന് വീഴരുത്. നോക്കട്ടെ, ആലോചിക്കാം, പൈസ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് പതിയെ പതിയെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുക്കണം. അവരെന്തെങ്കിലും ചെറിയ ആവശ്യം പറഞ്ഞാൽ അപ്പോഴേ നടത്തി കൊടുത്തേക്കണം. പിന്നാമ്പുറത്തെ ഫ്യൂസായ ബൾബ് മാറ്റിക്കൊടുക്കുക. മിക്സിയുടെ ജാറിലെ ബ്ലേഡ് നന്നാക്കി കൊടുക്കുക. കേടായ ഇസ്തിരിപ്പെട്ടി റിപ്പയർ ചെയ്യിച്ചു കൊടുക്കുക. സ്റ്റൗ കത്തിക്കുന്ന ലൈറ്റർ മാറ്റിക്കൊടുക്കുക. ഇങ്ങനെ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഒന്ന് ശ്രദ്ധ വയ്ക്കണം.
അവർക്കൊരു സ്വഭാവമുണ്ട്. 4 തവണ പറഞ്ഞിട്ടും ചെയ്തു കൊടുത്തില്ലെങ്കിൽ നേരിട്ട് പറയുന്നത് നിർത്തിക്കളയും. പിന്നെ അന്തരീക്ഷത്തോടാണ് ആവലാതി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, ആര് കേൾക്കാൻ? നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണല്ലോ എന്ന്. പക്ഷേ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത്. അവരുടെ ചെറിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവരെ പരിഗണിക്കുന്നില്ലെന്നാ. വീടിനടുത്തെത്താറായപ്പോൾ ശ്രീധരക്കുറുപ്പ് നിന്നു. അതൊരു തുറസായ സ്ഥലമായിരുന്നു. കാഞ്ഞിരവേലി പുഞ്ചയിൽ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരുന്നു. പണ്ട് കൊയ്ത്തും മെതിയും നടന്നിരുന്ന കളമ. ശ്രീധരക്കുറുപ്പ് പറഞ്ഞു വന്നത് വിട്ടുപോകരുതല്ലോ. അങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളവരെ വേണ്ട പോലെ പരിഗണിക്കുന്നുണ്ടെന്ന്. വല്ലപ്പോഴും അടുക്കളയിലോട്ട് ചെന്ന് 2 സവാളയുടെ തൊലി കളഞ്ഞതുകൊണ്ടോ തേങ്ങ ചിരകിയതുകൊണ്ടോ അരിപ്പയിൽ അരിപ്പൊടി അരിച്ചതുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പം അവർക്കത് വലിയ സന്തോഷമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ചങ്ങാതിമാർക്ക് വേണ്ടി ഭാര്യയോട് തർക്കിക്കാൻ നിൽക്കരുത്. അത് വലിയ പരാജയമാണ്. പിന്നെ അവർ ചിലപ്പോൾ ചെറിയ നുണകളൊക്കെ പറഞ്ഞെന്ന് വരും. അതൊക്കെ നുണയാണെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പോലും നുണയാണെന്ന് തെളിയിക്കാൻ പോകരുത്. കണ്ണടച്ചു വിട്ടേക്കണം. പറഞ്ഞുപോയ വാക്ക് തിരുത്താൻ അവർക്ക് പറ്റില്ല. ഇനി ഒന്നുകൂടിയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വാഗ്ദാന ലംഘനം നടത്തിയാൽ അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നെന്നെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് പറഞ്ഞ് കാത്തു നിർത്തിയിട്ട് പറ്റിച്ചില്ലേ? സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബൈക്കിൽ പാഞ്ഞു വരുമ്പം ആക്സിഡൻ്റായി കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതൊക്കെ അവർ വിട്ടുകളയും. തർക്കിക്കാൻ പോകരുത്. അത് കേട്ടപ്പോൾ വിനയകുമാറിന് ചിരി വന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ശ്രീധരക്കുറുപ്പ് കൺകോണിലൂടെ നോക്കി. എത്ര തവണ. നമുക്ക് ന്യായമായ കാര്യങ്ങൾ കാണും. അതൊന്നും അവർക്കറിയണ്ട. തന്ന വാക്ക് പാലിച്ചോ? ഇല്ല. എല്ലാത്തിനും മീതെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ? വിനയകുമാറിൻ്റെ നോട്ടത്തിൽ ചോദ്യത്തിൻ്റെ മുകുളം വിരിഞ്ഞു. നമുക്ക് ആരെക്കാളും വലുത് അവളാണെന്ന് അവൾക്ക് തോന്നണം. അച്ഛനമ്മമാരെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും സ്വന്തം മക്കളെക്കാളും വലുത്. ചെറിയൊരു പൊടിക്കൈ മതി. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം, ഒരു ചോക്ലേറ്റ്, മസാല ദോശ, ഇഞ്ചി മുട്ടായി, എന്തെങ്കിലും. മറ്റാർക്കും കൊടുക്കരുത്. മക്കൾക്ക് പോലും. അവൾക്ക് വേണ്ടി മാത്രം. അതൊക്കെ ഈസിയല്ലേ? അങ്ങനെ ഈസിയായ സംഗതികൾ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവരോട് ഗുസ്തിക്ക് നിൽക്കുന്നത്. വല്ല കാര്യവുമുണ്ടോ? സ്ത്രീയും പുരുഷനും തമ്മിൽ 3000 വ്യത്യാസങ്ങളുണ്ടെന്ന ശാസ്ത്രം പറയുന്നേ. പുരുഷൻ ചൊവ്വാഗ്രഹത്തിൽ നിന്നും വന്നവൻ, സ്ത്രീ ബുധനിൽ നിന്നും. ഭൂമിയിൽ വെച്ച് സന്ധിച്ചു. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളെപ്പോലെയാണ് സ്ത്രീ എന്ന്. നമ്മളെപ്പോലെ ചിന്തിക്കാനും നമ്മളെപ്പോലെ പ്രവർത്തിക്കാനും അവർക്ക് പറ്റില്ല. അവരെപ്പോലെ നമുക്കും പറ്റില്ല. തുല്യതയൊക്കെ എല്ലാവരും പ്രസംഗിക്കും. പക്ഷേ തുല്യരല്ല. തുല്യരായിട്ട് കാണാൻ പോയാൽ നമ്മൾ തോറ്റുപോകും. എന്നുവെച്ച് നമ്മളെക്കാൾ താഴെയാണെന്നും വിചാരിക്കരുത്. പിന്നെങ്ങനെ വിചാരിക്കണം? നമ്മളെക്കാൾ ശ്രദ്ധയും പരിഗണനയും സ്നേഹവും സഹായവും അലിവും വേണ്ടുന്നവർ. അവൾക്കത് നമ്മളിൽ നിന്ന് കിട്ടിയാലേ തൃപ്തിയുള്ളൂ. നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി. കൂട്ടുകാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ. നമ്മളതുകൊണ്ട് തൃപ്തിപ്പെടും. വിനയകുമാർ കാഞ്ഞിരവേല പുഞ്ചയ്ക്കപ്പുറത്തെ ഇരുണ്ട പച്ചപ്പിലേക്ക് നോക്കി. അസ്തമയം കഴിഞ്ഞു. ഇനി ഈ ഉപദേശങ്ങൾ കൊണ്ട് എന്തു ഫലം? തങ്ങൾ പിരിയാൻ തീരുമാനിച്ചുവെന്ന് ഈ പാവം മുത്തച്ഛൻ അറിയുന്നില്ലല്ലോ. വാ, വിളക്ക് വെച്ചെന്ന് തോന്നുന്നു. തുറസായ സ്ഥലത്തു നിന്നും ഇറങ്ങി ചെറുവരമ്പിലൂടെ നടന്ന് വീട്ടുമുറ്റത്തെത്തിയപ്പോഴേ വിനയൻ കണ്ടു പൂമുഖത്തെ നിലവിളക്ക്. മുത്തശ്ശി രാമനാമം ജപിച്ച് നിലവിളക്കിനെ തൊഴുത് എണീക്കുകയാണ്. പിന്നിൽ ചുമരുചാരി മഞ്ചമ്മ നിൽക്കുന്നു. അധ്യായം 9. രാത്രി അത്താഴം കഴിഞ്ഞ് ഒരു പുകയെടുക്കാൻ നിർവാഹമില്ലാതെ ഉഴറുകയായിരുന്നു വിനയകുമാർ. സിഗരറ്റ് ബാഗിനുള്ളിലുണ്ട്. വിനയൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്തു വെച്ച് അതിൻ്റെ മണം ആസ്വദിച്ച് തൽക്കാലം അഭിനിവേശമടക്കി. അല്പം കഴിഞ്ഞപ്പോൾ മഞ്ചമ്മ കിടക്കറയിലേക്ക് വന്നു. കുളിച്ച് സെറ്റും മുണ്ടും ബ്ലൗസും അണിഞ്ഞാണ് അവളെത്തിയത്. ഈ വേഷത്തിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ല. ചുരിദാർ, നൈറ്റി, ജീൻസും ടോപ്പും, സൽവാറും കമ്മീസും, ലാച്ച, ഇങ്ങനെയൊക്കെയേ കണ്ടിട്ടുള്ളൂ. ഈ വേഷത്തിൽ അവൾക്ക് സൗന്ദര്യം കൂടുതലുള്ളതുപോലെ തോന്നി. മുത്തശ്ശി കൊടുത്തതായിരിക്കും സെറ്റുമുണ്ട്. ഇവിടെ വച്ച് സിഗരറ്റ് വലിക്കില്ലേ, ദൈവത്തെ ഓർത്ത്. ആ ദുശീലമില്ലെന്നാ ഞാൻ പറഞ്ഞേക്കണത്. മഞ്ചമ്മ കൈകൂപ്പി. ഈ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ച ശേഷം ഒരു പുകയെടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ട് നിനക്കറിയോ? അങ്ങനെ ഇപ്പം പുകയെടുക്കണ്ട. മഞ്ചമ്മ അടുത്തു വന്ന് സിഗരറ്റ് തട്ടിപ്പറിച്ചു. എനിക്കാ നാണക്കേട്. എന്തെല്ലാം നുണ പറഞ്ഞിട്ടാ പിടിച്ചു നിൽക്കുന്നേ? ഞാനും അങ്ങനെ തന്നെയാ. നീ ആ സിഗരറ്റിങ്ങതാ. സമ്മതിക്കില്ല ഞാൻ. അവരറിയുമെന്ന്. ടോയ്ലറ്റിൽ കയറി നിന്ന് വലിച്ചോളാം.
എവിടെ ഇരുന്ന് വലിച്ചാലും സിഗരറ്റിൻ്റെ മണം മുത്തച്ഛനും മുത്തശ്ശിയും തിരിച്ചറിയും. നാളെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ആരും കാണാതെ വലിച്ചോ. ഗത്യന്തരമില്ലാതെ വിനയകുമാർ അടങ്ങി. അയാൾ പുതപ്പെടുത്ത് തറയിൽ വിരിക്കാൻ ഭാവിച്ചപ്പോൾ മഞ്ജുമ തടഞ്ഞു. എന്തു വട്ടാ ഈ കാണിക്കുന്നേ? വട്ടോ? പാതാളത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയല്ലായിരുന്നോ? ഇത് പാതാളമല്ല, ആറന്മുളയാ. ഇവിടെന്താ പ്രത്യേകത? അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മുത്തശ്ശി എന്തൊക്കെയോ അറിഞ്ഞ മാതിരിയാ ഓരോന്ന് പറയുന്നേ. ഒന്നുകിൽ മാധവമാമ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു മുൻപേ നമ്മളെപ്പറ്റി ഇവിടെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട്. ചുമ്മാ പോടി, അവർ കറക്കിക്കുത്തി നോക്കുന്നതാ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോയെന്ന്. മുത്തച്ഛൻ എന്നോടതുപോലെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാ? അറിഞ്ഞിട്ടെന്തിനാ? അതുകൊണ്ടൊന്നും ഇനി യാതൊരു കാര്യവുമില്ല. ബെഡിലോട്ട് കിടക്ക് വിനയേട്ടാ. എന്തോന്നാ വിളിച്ചേ? വിനയേട്ടാന്ന് നാളെ അവരുടെ മുന്നിൽ വെച്ച് വിളിക്കേണ്ടതാ. ഇപ്പോഴേ വിളിച്ച് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ആകും. വല്ല രക്ഷയുണ്ടോ? മുത്തശ്ശി എന്തു പറഞ്ഞു? എന്തെങ്കിലും തരാൻ പ്ലാനുണ്ടോ? പതുക്കെ പറ. അവൾ സ്വരം താഴ്ത്തി. ഇതുവരെ ഒന്നും പറഞ്ഞില്ല. വല്ല നക്കാപ്പിച്ചേം തന്ന് തിരിച്ചയക്കും, അത്രയുള്ളൂ. നിന്റെ മുത്തച്ഛന് ആ മരുന്ന് കടന്ന് എന്തോ വരുമാനം കിട്ടാനാ. ഒന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. അഭിനയിച്ചതിൻ്റെ ദിവസക്കൂലിയെങ്കിലും കിട്ടണ്ടേ? അത് ഞാൻ തന്നേക്കാം. നീ എവിടെ നിന്നെടുത്ത് തരും? ഞാൻ എൻ്റെ പഴയ ചില ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പോൾ നിനക്ക് സഹായത്തിനാളുണ്ട്. വിനയകുമാർ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞു. ജീവിക്കണ്ടേ? വിനയേട്ടൻ പിരിഞ്ഞുപോയി കഴിയുമ്പം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ചെന്നൈയിൽ ഒരു ജോലി കണ്ടുവച്ചിട്ടുണ്ട്. ലീന നായർ ശരിയാക്കി തരുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി ലേശം കുറവാണെന്നേ ഉള്ളൂ. ജീവിച്ചു പോകാം. അവിടെ നിന്നുകൊണ്ട് ഒരു ബെറ്റർ ജോബ് അന്വേഷിക്കാമല്ലോ. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് പറ്റുമോ? അച്ഛനും അമ്മയ്ക്കും നീയൊരു കത്തെഴുതണമെന്ന് മുത്തച്ഛൻ പറഞ്ഞു, ക്ഷമ ചോദിച്ചോണ്ട്. എന്നോട് മുത്തശ്ശിയും സൂചിപ്പിച്ചു. ഇതെല്ലാം പ്രീ പ്ലാൻഡാണോ വിനയേട്ടാ? എന്ത് കുന്തമെങ്കിലും ആകട്ടെ, കിട്ടുന്നതിൽ പാതിന്നല്ലേ പറഞ്ഞത്, മറക്കരുത്. പാതിയല്ല, 25%. ഞാൻ മറന്നിട്ടില്ല. 30 ആക്കിക്കൂടെ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? ശരി, സമ്മതിച്ചു. കിട്ടിയെങ്കിൽ മാത്രം തന്നാ മതിയല്ലോ. കിട്ടത്തില്ലേടി? എനിക്കറിഞ്ഞുകൂടാ. വിനയകുമാർ ചുമരോട് ചേർത്ത് പുതുപ്പ് വിരിച്ചു, തലയണ വെച്ചു. ഇവിടെ വന്ന് കിടക്ക് വിനയേട്ടാ. ഞാൻ തൊടാനൊന്നും വരുന്നില്ല. ആരെങ്കിലും കണ്ട എന്തു കരുതും? ഞാൻ കട്ടിലിൽ, വിനയേട്ടൻ തറയിൽ. വാതിൽ കുറ്റിയിട്ടില്ലേ? പിന്നെന്താ? പാതാളത്തിലെ ആചാരങ്ങളൊന്നും മാറ്റണ്ട. നിന്റെ കൂടെ ഞാൻ ഇനിമേൽ കിടക്കരുതെന്ന് പറഞ്ഞ് നീ എന്നെ പുറന്തള്ളിയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ കമ്പൊടിച്ചിട്ടതാ. ഇനി അത് മുറി കൂടണം. ഞാനും നീയും ഒരേ ബെഡിൽ കിടക്കണമെങ്കിൽ എവിടെയെങ്കിലും കിടക്ക്. പിന്നല്ലാതെ. മഞ്ജുമ കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്നു. എന്നിട്ട് ലൈറ്റ് അണച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വിനയകുമാറിൻ്റെ ആത്മഗതം ഇരുട്ടിൽ നിന്ന് കേട്ടു. ഒരു പുകയെടുക്കാഞ്ഞിട്ട്. രാവിലെ മഞ്ജുമ കുലുക്കി വിളിച്ചപ്പോൾ വിനയകുമാർ ഞരങ്ങി കൈതട്ടി മാറ്റി. വിട്ടിട്ട് പോ. എണീറ്റ് കട്ടിലിൽ കിടക്ക്. എനിക്ക് വാതിൽ തുറക്കണം. മുത്തശ്ശിയോ മുത്തച്ഛനോ കണ്ട എല്ലാം പൊളിയും. ഞാൻ എണീറ്റ് പോവുക. അവൾ അയാളെ വലിച്ചെണീപ്പിച്ച് കട്ടിലിൽ കിടത്തി. ഷീറ്റും തലേണയും നിലത്തുനിന്ന് പെറുക്കി മാറ്റിവെച്ചു. അവൾ മുറി വിട്ടുപോയി. വിനയൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അയാൾ എഴുന്നേറ്റ് ജനൽ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിസ്മയാവഹമായിരുന്നു. മഞ്ജിമ ഈർക്കിൽ ചൂൽകൊണ്ട് മുറ്റമടിക്കുന്നു. അവൾ നന്നാവാൻ തീരുമാനിച്ചോ? അതോ അഭിനയമാണോ? വിനയകുമാർ ബ്രഷ് ചെയ്ത് പൂമുഖത്ത് വന്നിരുന്ന് പത്രം വായിച്ചു. രാവിലെ നടത്തത്തിന് പോയ ശ്രീധരക്കുറുപ്പ് തിരിച്ചെത്തുന്നുണ്ടായിരുന്നു. മഞ്ജിമ ഒരു ട്രേയിൽ 2 ഗ്ലാസ് ചായ കൊണ്ടുവന്നു. വിനയേട്ടാ, ചായ. അവൾ തന്നെ അതെടുത്തു കൊടുത്തു. ചായ മഞ്ജിമയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. പിന്നാലെ വന്ന മുത്തശ്ശി പറഞ്ഞു. വിനയൻ ചായ നുണഞ്ഞു. കൊള്ളാം, സൂപ്പർ ചായ. വിനയനും അഭിനയം കുറച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഭക്ഷണമേശയിലെത്തിയപ്പോൾ 2 പേരും അവരവരുടെ ഭാഗം ഭംഗിയാക്കി. മഞ്ജിമ വിനയനെ മുട്ടിയുരുമി നിന്ന് വിളമ്പിക്കൊടുത്തു. എന്തെങ്കിലും വേണോ എന്ന് കൂടെ തിരക്കി. നീയും എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് വിനയൻ അവളെ പിടിച്ച് അരികെയുള്ള കസേരയിലിരുത്തി. മഞ്ജിമയുടെ ദേഹത്ത് നിന്ന് ഒരു സുഗന്ധം പ്രസരിക്കുന്നുണ്ടായിരുന്നു. അവൾ കുളിച്ച് വേഷം മാറി, മുടി തുമ്പുകെട്ടി, ചെറിയൊരു മുല്ലുമാല ചൂടിയാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ശ്രീധരക്കുറുപ്പിനോടൊപ്പം 2 പേരും മെഡിക്കൽ ഷോപ്പിൽ പോയി. മുത്തശ്ശിയെ ജോലിയിൽ സഹായിക്കാൻ ജോലിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് മഞ്ജിമയും വിനയകുമാറും കടയിൽ നിന്നും ഇറങ്ങി. 2 പേരും കുറേ നേരം പവലിയനിൽ പോയി പമ്പാനദിയെ നോക്കിയിരുന്നു. തിരിച്ചു പോകണ്ടേ? ഈ അഭിനയം കൊണ്ട് വലിയ ഗുണമില്ലെന്ന് തോന്നുന്നു.
വിനയകുമാർ മഞ്ജിമയോട് പറഞ്ഞു. നാളെ പോവാണെന്ന് പറയാം. എന്താ റിയാക്ഷൻസ് എന്ന് അറിയാമല്ലോ. എനിക്ക് എവിടെയെങ്കിലും ജോലി കണ്ടുപിടിക്കണം. നിനക്ക് ചെന്നൈയിലോട്ട് പോയാൽ മതി. ഒരു ദിവസം കൂടെ ക്ഷമിക്കുക, മഞ്ജിമ അഭ്യർത്ഥിച്ചു. അധ്യായം 10. വിനയകുമാറിന് പച്ചമരുന്ന് തോട്ടം കാട്ടിക്കൊടുക്കുകയാണ് ശ്രീധരക്കുറുപ്പ്. തോട്ടമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ആകെ 1.5 ഏക്കർ. എൻ്റെ അച്ഛൻ്റെ കാലം മുതൽക്കേ അത് പച്ചമരുന്ന് ചെടികൾക്ക് വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്നതാ. മിക്കവാറും എല്ലാത്തരം ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ പച്ചമരുന്ന് എടുത്തിട്ടാണോ ഔഷധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നേ? വിനയൻ ചോദിച്ചു. മുൻപ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ലേഹ്യം, അരിഷ്ടം, കഷായം, രസായനങ്ങൾ, എണ്ണ, കുഴമ്പ്, നെയ്യ് ഇതെല്ലാം നമ്മൾ തന്നെ തയ്യാർ ചെയ്ത് വിൽപ്പന നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ലൈസൻസ് വേണം. അതില്ലാതെ മരുന്നുണ്ടാക്കി വിറ്റാൽ പോലീസ് വന്ന് പിടിച്ച് കേസാക്കും. ലൈസൻസ് എടുത്തുകൂടെ? ഈ വയസ്സായ കാലത്ത് ഇനി എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, ആ മരുന്നുകട പോലും നേരം വണ്ണം നടത്തിക്കൊണ്ടു പോകാൻ ആളില്ല. ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ അത്ര എളുപ്പമല്ല. കുറേ കടലാസുകളൊക്കെ വേണം. എന്നാലും എൻ്റെ കാലം കഴിയുമ്പോൾ എല്ലാം നിർത്തി അടച്ചുപൂട്ടണം. മാധവന് താല്പര്യമുണ്ടെങ്കിൽ വേണ്ടില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? വിൽക്കണം. മാധവന് വിൽക്കാനാണ് താല്പര്യം. നോക്കി നടത്തണമെങ്കിൽ പുറം പണിക്ക് ഒരാൾ സ്ഥിരമായി നിൽക്കണം. അതുകൊണ്ട് എന്താ ഗുണം? ഒക്കെ വലിയ തലവേദനയാ. വിറ്റൊഴിയാന്ന മാധവൻ്റെ അഭിപ്രായം. അല്പം മുൻപ് പെയ്ത മഴയേറ്റ് മരങ്ങളും ചെടികളും തിമിർത്തു നിന്നു. നമ്മൾ എന്തുമാത്രം വെള്ളമൊഴിച്ചാലും ഇവറ്റോൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകില്ല. അത് ആകാശത്തുനിന്ന് തന്നെ വീണ് കിട്ടണം. അതിൻ്റെ ഗമയാ ഈ കാണുന്നേ. ശ്രീധരക്കുറുപ്പ് പറഞ്ഞത് കേട്ട് വിനയകുമാറിന് ചിരി വന്നു. ഔഷധച്ചെടികൾ അത് കേട്ട് തലയാട്ടുകയാണെന്ന് അവന് തോന്നി. അപ്പോൾ ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇപ്പോഴത്തെ ഇല്ലായ്മകളിൽ നിന്നും വല്ലായ്മകളിൽ നിന്നും കരകയറണ്ടേ? നന്നായിട്ട് ജീവിക്കണ്ടേ? വേണം. അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ എത്ര കൈകാലിട്ടടിച്ചാലും ഒരിടത്തും എത്തണമെന്നില്ല. അതൊക്കെ ഓരോരോ വിധി പോലിരിക്കും. കരകയറാൻ പറ്റുന്ന ഒരു തൻ്റെ ഇടമുണ്ടോ? ഇല്ലെന്ന് പറയാനാണ് മനസ്സിൻ്റെ പ്രേരണയെന്ന് വിനയകുമാറിനറിയാം. മൂക്കോളം മുങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങോട്ട് കരകയറാൻ? തനിയെ എത്ര തുഴഞ്ഞാലും കര പറ്റാൻ കഴിയാത്തവരുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു കച്ചിത്തുരുമ്പിട്ട് കൊടുത്താൽ അതിൽ പിടിച്ച് കര കയറിക്കൊള്ളും. അങ്ങനെയൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തനിക്ക്? നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഒരൊറ്റച്ചാട്ടത്തിന് ഉയരങ്ങൾ കീഴടക്കാൻ ആരെക്കൊണ്ടും പറ്റില്ലടോ. ചെറിയ പടികൾ ഓരോന്നായി ചവിട്ടി നല്ലോണം കാലുറപ്പിച്ചു വേണം മുകളിലെത്താൻ. ഒരു പടിയിൽ കാല് തെന്നിയാലും താഴത്തെ പടിയിൽ ഊന്നി നിൽക്കാം. കഠിനാധ്വാനം ചെയ്താലേ ഉയർച്ചയുള്ളൂ. എന്തു ജോലി ചെയ്താലും ആസ്വദിച്ച് ചെയ്യണം. ഭാഗ്യം അവൻ്റെ കൂടെ നിൽക്കും. ഏതവസ്ഥയിലുള്ള ജീവിതമായാലും അതിനെ സ്നേഹിക്കണം. സ്വന്തം ജീവിതത്തെ പഴിക്കുന്നവനും വെറുക്കുന്നവനും ഒരിക്കലും ഉയർച്ചയുണ്ടാകില്ല. പണ്ടേ പഠിച്ചു വെച്ച പാഠഭാഗം ഉരുവിടും പോലെ വൃദ്ധൻ മറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് വിനയകുമാറിന് തോന്നി. അവർ തോട്ടം ചുറ്റിക്കണ്ട് നടന്നു വീട്ടിലെത്താറായിരുന്നു. വിനയൻ പുകവലിക്കുമോ? ശ്രീധരക്കുറുപ്പ് ചോദിച്ചു. വല്ലപ്പോഴും. ചെയിൻ സ്മോക്കിംഗ് ഇല്ല. ഒരു ദിവസം 2-4 സിഗരറ്റ്, അത്രയുള്ളൂ. പുകവലി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഗവൺമെൻറ് തന്നെ പലതരത്തിൽ അതിനെതിരെ മുന്നറിയിപ്പ് തരുന്നുണ്ടല്ലോ. ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നേ. സിഗരറ്റിൻ്റെ മണം പലർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. 100-90 സ്ത്രീകളും അതിനെ വെറുക്കുന്നു. ആ മണം ശ്വാസം മുട്ടിക്കാതിരിക്കാൻ അവർ മുഖം തിരിച്ചു കളയും. ഞാൻ പറഞ്ഞു വരുന്നത് കിടപ്പറയിൽ നിന്നെങ്കിലും ആ ഗന്ധം ഒഴിവാക്കണമെന്ന. ബെഡ്റൂം സിഗരറ്റ് പുകകൊണ്ട് നിറഞ്ഞിരുന്ന ദിവസങ്ങളെപ്പറ്റി വിനയനോർത്തു. തൻ്റെ ദുശീലങ്ങളെ കൂടി പ്രണയിച്ചിരുന്ന കാലത്ത് മഞ്ജിമയ്ക്ക് അതെല്ലാം വലിയ ഹരമായിരുന്നു. പിന്നീട് അവൾ എതിർത്തിട്ടുണ്ട്. ഈ നശിച്ച പുകവലി. മരണം വരെ ഞാൻ ഈ പുകനാറ്റം സഹിക്കണോ ഈശ്വര? 2 തരം സ്വഭാവങ്ങളും ശീലങ്ങളുമുള്ള ഒരാണിനെയും പെണ്ണിനെയും തമ്മിൽ പരമാവധി യോജിപ്പിക്കേണ്ട സ്ഥലമാണ് അവരുടെ കിടപ്പറ. 2 പേരിൽ ആർക്കെങ്കിലും അനിഷ്ടമുള്ള ഏത് സംഗതിയും കിടപ്പറയെന്ന് എടുത്തു കളയണം. അത് അമൃതായാലും വിഷമായാലും. ശ്രീധരക്കുറുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാ. പുരുഷൻ ഏറ്റവും സ്നേഹമുള്ളവനായിരിക്കേണ്ടത്, ഏറ്റവും നന്ദിയുള്ളവനായിരിക്കേണ്ടത്, ഏറ്റവും വൃത്തിയുള്ളവനായിരിക്കേണ്ടത് സ്വന്തം കിടപ്പറയില്ല, അവൻ്റെ ഭാര്യയോടൊപ്പം. ഇതൊക്കെ എത്ര പേര് ഓർക്കുന്നു? ആരൊക്കെ പാലിക്കുന്നു? അല്ലേടോ? മുത്തച്ഛൻ പറയുമ്പോൾ ഇതിലെല്ലാം കഴമ്പുണ്ടെന്ന് വിനയകുമാറിന് തോന്നി. മഞ്ജിമ കുറേയേറെ സഹിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിൽ സിഗരറ്റിൽ നിന്നും ബീഡിയിലേക്കുള്ള മാറ്റത്തിൽ പലപ്പോഴും അവൾ അസഹ്യതയോടെ പറഞ്ഞിട്ടുണ്ട്. ഈ ബീഡിയുടെ നാറ്റം കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു.
നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം എപ്പോഴെങ്കിലും അവൾ അണിഞ്ഞൊരുങ്ങിയത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രേമിച്ച് നടക്കുന്ന കാലത്ത് അവളുടെ മൂക്കിൻ തുമ്പത്തെ വേർപ്പു തുള്ളിയുടെ ഭംഗി പോലും കാണുകയും പുകഴ്ത്തുകയും ചെയ്യും. കല്യാണത്തിന് ശേഷമുള്ള കാര്യമാ ഞാൻ ചോദിക്കുന്നേ. വിനയന് ജാള്യം തോന്നി. ഇല്ലടോ, അതറിയാൻ പരഹൃദയ ജ്ഞാനമൊന്നും വേണ്ട. ഭൂരിപക്ഷം ആണുങ്ങളും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാലും അതേപ്പറ്റി പറയാറുമില്ല. പെണ്ണുങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാൻ നമ്മളെക്കാൾ സമയം വേണമെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയാ ഒരുങ്ങുന്നേ? മറ്റുള്ളവർ കാണുമ്പം നന്നായിരിക്കണം. ഈ സാരി, ഈ മൂക്കുത്തി, ഈ പൊട്ട്, ഈ കമ്മൽ, ഇതിലേതെങ്കിലും ഒരെണ്ണം നല്ലതാണെന്ന് പറയാൻ 4 സെക്കൻഡ് പോലും വേണ്ട. അത് അവളിലുണ്ടാക്കുന്ന സന്തോഷം ആ ദിവസം മുഴുവൻ നിൽക്കും. ചിലപ്പോൾ ഭംഗിയുണ്ടാകില്ലായിരിക്കും, പക്ഷേ നമ്മൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകും. അതൊക്കെ അവർക്ക് വലിയ കാര്യമാണടോ. ഇതെല്ലാം ഈ വൃദ്ധൻ തങ്ങളുടെ പ്രണയവിവാഹത്തിനു മുൻപ് പറഞ്ഞു തരേണ്ടതായിരുന്നല്ലോ എന്ന് വിനയകുമാർ ഓർത്തു. അനിഷ്ടങ്ങളും അതൃപ്തികളും അപ്രീതികളും കൊണ്ട് പുകഞ്ഞുപോയ തങ്ങളുടെ ജീവിതത്തിൽ ഇനി ഈ സതുപദേശങ്ങൾ കൊണ്ട് എന്തു ഗുണം? മഞ്ജിമയുടെ അഹന്തയ്ക്കും അധീരഭാവത്തിനും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അവൾക്ക് ഒന്നിലുമില്ല തൃപ്തി. അതൊന്നും മുത്തച്ഛനറിയില്ല. ഇനി പറഞ്ഞിട്ട് ഫലവുമില്ല. വയലിൽ നിന്ന് മുറ്റത്തേക്കുള്ള വീതി കുറഞ്ഞ കരിങ്കൽപ്പടി കയറിക്കൊണ്ടിരിക്കെ വിനയൻ ഇങ്ങനെ പലതും ചിന്തിച്ചു. നേരം സന്ധ്യയാകാൻ പോവുകയാണ്. മുത്തശ്ശി മുറ്റം തൂക്കുന്നു. മഞ്ജിമ ഉമ്മറം തുടച്ച് വൃത്തിയാക്കുന്നു. നിലവിളക്ക് തേച്ചു മിനുക്കുന്നു. കടന്നുപോയിക്കൊള്ളാൻ മുത്തശ്ശി ആംഗ്യം കാട്ടിയപ്പോൾ വിനയനും ശ്രീധരക്കുറുപ്പും നടുമുറ്റം മുറിച്ചു കിടന്ന് ഇളന്തണ്ണയിൽ ചെന്ന് കയറി. ഞാനൊന്ന് മേല് കഴുകട്ടെ എന്ന് പറഞ്ഞ് ശ്രീധരക്കുറുപ്പ് നീങ്ങിയപ്പോൾ മഞ്ജിമ അവനെ നോക്കി. വിനയേട്ടനും പോയി കുളിച്ചിട്ട് വാ. അഭിനയമാണെങ്കിൽ കൂടിയും ആ വിധേയത്വവും സ്നേഹശാസനയും അസലായിരിക്കുന്നല്ലോ എന്നോർത്ത് വിനയൻ്റെ ഉള്ളിൽ ചിരിയൂറി. വിനയൻ കുളിച്ച് വേഷം മാറി വരുമ്പോഴേക്കും ഉമ്മറത്ത് വിളക്ക് കൊളുത്തിയിരുന്നു. നിലവിളക്കിന് മുന്നിൽ തൊഴു കൈയോടെ ഇരുന്ന് മുത്തശ്ശി ആലപിച്ച സന്ധ്യാനാമകീർത്തനം മഞ്ജിമ ഏറ്റുചൊല്ലുന്നത് നോക്കി വിനയൻ തൂണിൽ പുറഞ്ചാരി നിന്നു. കാഞ്ഞിരവേലി പുഞ്ചയുടെ ഗ്രാമീണ നിശബ്ദതയിൽ ആ കീർത്തനത്തിൻ്റെ ഇമ്പവും ഈണവും ഹൃദയഹാരിയായി അവന് തോന്നി. മഞ്ജിമയെ വേറിട്ടൊരു ഭംഗിയിൽ കാണുകയാണ്. ആ സമയത്ത് മഞ്ജിമയെ വളരെ മനോഹരിയായി അവന് തോന്നി. ആ മനോഹാരിതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ അസഹിഷ്ണുതകളെയും ഒരു നിമിഷം അവൻ മറന്നു. ഇപ്പോൾ അവളുടെ അരികെ ചെല്ലാനും എന്തെങ്കിലും ഒരു കുസൃതി കാട്ടാനുമുള്ള ഒരു നിമിഷത്തെ ആഗ്രഹം അവൻ അമർത്തിപ്പിടിച്ചു. പ്രണയകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മുടി ചികഞ്ഞ് താറുമാറാക്കുക, കൈമുട്ടിൽ പിച്ചുക, ചേർന്ന് നടക്കുമ്പോൾ തോളുകൊണ്ട് ചെറുതായി തള്ളുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ. ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. നാമജപം കഴിഞ്ഞ് മുത്തശ്ശിക്കൊപ്പം മഞ്ജിമ എഴുന്നേറ്റിട്ട് നോക്കിയത് വിനയൻ്റെ മുഖത്തേക്കായിരുന്നു. വിനയൻ അവളുടെ നേർക്ക് കൈമുദ്ര കാട്ടി. നാട്യം ഗംഭീരമെന്നാണ് താൻ അർത്ഥമാക്കിയതെങ്കിലും അവൾ അത് പ്രശംസയായി തെറ്റിദ്ധരിച്ചുവെന്ന് അവന് അടുത്ത നിമിഷം മനസ്സിലായി. അവളുടെ മറുപടി ഹൃദ്യമായ പുഞ്ചിരിയായിരുന്നു. അധ്യായം 11. രാത്രി അത്താഴത്തിന് തൊട്ടു മുൻപ് മാധവമാമ എത്തിച്ചേർന്നപ്പോൾ തന്നെ വിനയകുമാർ ഊഹിച്ചതാണ് മകനെ ശ്രീധരക്കുറുപ്പ് വിളിച്ചു വരുത്തിയതായിരിക്കുമെന്ന്. അത്താഴ സമയത്ത് ആരും അധികം സംസാരിച്ചില്ല. മഞ്ജിമ എല്ലായ്പ്പോഴും വിനയനോട് ചേർന്ന് തന്നെ നിന്നു. വേണ്ടതെല്ലാം നോക്കി നോക്കി വിളമ്പിക്കൊടുത്തു. മാധവമാമ കൂടി ഉള്ളതിനാൽ വിനയനും തൻ്റെ ഭാഗം ഭംഗിയാക്കി. അത്താഴത്തിന് ശേഷം ഇരിപ്പുമുറിയിലേക്ക് ശ്രീധരക്കുറുപ്പ് മഞ്ജിമയെയും വിനയകുമാറിനെയും വിളിപ്പിച്ചു. ഞങ്ങൾ ഇവിടെ കുറേ ആലോചനയൊക്കെ നടത്തിയ ഒരു വിഷയമാ, ശ്രീധരക്കുറുപ്പ് മുഖവരിയായി പറഞ്ഞു. അതായത് പത്മാവതിയുടെ കുറച്ച് ഓഹരിയുണ്ട്. അവളുടെ അമ്മ ഇഷ്ടദാനം കൊടുത്തതാ. ആ ചെടികൾ നിൽക്കുന്ന പുരയിടവും കുറച്ചു വയലും പിന്നെ ഈ വീടും പുരയിടവും. മക്കൾക്ക് കൊടുക്കാനുള്ള ഓഹരിയെല്ലാം ഭാഗം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. വിനയകുമാറും മഞ്ജിമയും അതീവ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണോ തങ്ങൾ ഇവിടെ എത്തിയത്, ആ വിഷയത്തിലേക്കാണ് ശ്രീധരക്കുറുപ്പ് പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഒരു 40 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ടുണ്ട്. അത് വയലിനക്കരെയുള്ള പുരയിടം വിറ്റ് 4ആയി ഭാഗിച്ചതിൽ ഒരു വീതമാ. അതായത് പത്മാവതിയുടെ. ശ്രീദേവിക്കും മാധവനും 4-ൽ ഓരോ വീതം കൊടുത്തു. ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടായിട്ട് പറയുന്നതല്ല. ശ്രീധരക്കുറുപ്പ് ഒന്ന് നിർത്തി. നിങ്ങൾക്ക് ഒരു അടിത്തറയുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ നിലയ്ക്ക് പോയാൽ നിങ്ങൾ അധികകാലം ഒന്നിച്ച് ജീവിക്കില്ല. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടു, മാധവമാമ പറഞ്ഞു. ഒരു വാശിക്ക് നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് തള്ളിക്കളയാം. വലിയ വിപ്ലവം സൃഷ്ടിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ച് ബന്ധുക്കളെയെല്ലാം തള്ളിപ്പറഞ്ഞ് ഒന്നിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരല്ലേ.
അന്നത്തെ വെല്ലുവിളികളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. പ്രേമം അനശ്വരമാണെന്ന് തെളിയിച്ചു കൊടുക്കും. സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിടും. ആരുടെയും സഹായമില്ലെങ്കിലും അധ്വാനിച്ച് ജീവിക്കും. എത്ര വലിയ വെല്ലുവിളികളെയും മനസ്സോടെ നേരിടും. അങ്ങനെ എന്തെല്ലാം മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി മാത്രം ഉള്ളതാ. ഒരു മുദ്രാവാക്യവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. വിനയകുമാറോ മഞ്ജിമയോ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. തങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെയെല്ലാം അർത്ഥം പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞതാണല്ലോ എന്ന് അവർ ഓർത്തു. അതൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. മാധവ, ശ്രീധരക്കുറുപ്പ് മതിയെന്ന അർത്ഥത്തിൽ പറഞ്ഞു വന്നത്, വേണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് വയ്ക്കാം, പോയി തുലയട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ആയുസിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ലാത്ത 2 ജീവിതങ്ങളാ. മഞ്ജിമ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയാ. എനിക്കുമില്ല പെൺമക്കൾ, ശ്രീദേവിക്കും വേറെയില്ല. അവൾ പിറന്നു വീണതു മുതൽ നിന്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്നതുവരെ ഞങ്ങളുടെ ഓമനയായിരുന്നവളാ. അവൾ തകർന്നു പോയെന്നോ നശിച്ചു പോയെന്നോ കേൾക്കാൻ ഞങ്ങൾക്കിഷ്ടമല്ല. മാധവമാമ ശ്രീധരക്കുറുപ്പിനെ നോക്കി. ഇനി അച്ഛൻ പറയട്ടെ. ബാങ്കിലിട്ടിരിക്കുന്ന ആ 40 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാനാണ് തീരുമാനം. ആ 1.5 ഏക്കർ ഔഷധത്തോട്ടം വിറ്റിട്ട് അതിൻ്റെ ഒരു വീതവും തരും. നിങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങാമല്ലോ. മഞ്ജിമയും വിനയകുമാറും പരസ്പരം നോക്കി. ആശ്ചര്യവും പകപ്പുമായിരുന്നു അവർ കൈമാറിയത്. ഇനി അതല്ലെങ്കിൽ വേറൊരു ചോയ്സും കൂടിയുണ്ട്. മാധവമാമ പറഞ്ഞു, ആ 40 ലക്ഷം തരില്ല. പകരം ആ പുരയിടത്തിൽ ഒരു വീട് വെച്ച് തരും. ഫാർമസി ഇരിക്കുന്ന കെട്ടിടവും തരും. ഇതിലേതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ലോണം ആലോചിച്ചേ മറുപടി പറയാവൂ. വിനയൻ ഒരു സ്തബ്ധതയിലാണ്. ഏതാണ്ട് 1 കോടിയിലധികം രൂപയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ ധനാഢ്യരായതുകൊണ്ട് ഇവർക്കത് നിസ്സാര തുകയാണ്. പക്ഷേ 1 കോടി രൂപ കിട്ടിയാൽ മഞ്ജിമയുമായുള്ള കരാർ അനുസരിച്ച് 30 ലക്ഷം രൂപ തനിക്ക് കിട്ടും. ആ തോട്ടത്തിൻ്റെ ശരിയായ വില അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ താൻ കണക്കുകൂട്ടിയതിൻ്റെ ഇരട്ടി മതിപ്പുവില ഉണ്ടായെന്നും വരാം. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിനയന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാം പണമായിട്ട് കിട്ടുന്നത് തന്നെ നല്ലത്. പങ്കിടാൻ ഏറ്റവും എളുപ്പം പണമാണ്. പക്ഷേ തിടുക്കത്തിൽ മറുപടി പറയാൻ പാടില്ല. നല്ലതുപോലെ ആലോചിച്ചിട്ടാണെന്ന് ഇവർക്ക് തോന്നണം. മഞ്ജുമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീധരക്കുറുപ്പ് ചോദിച്ചു. വിനയേട്ടനോടും കൂടി ആലോചിക്കാതെ ഞാനെന്താ പറയുക? മഞ്ജിമ വിനയാനിതയായി. വിനയൻ എന്തു പറയുന്നു? മഞ്ജുവിനോട് ആലോചിക്കണം. ശരി, സമയമുണ്ടല്ലോ. സ്വത്തിനെപ്പറ്റിയുള്ള ചർച്ച അവിടെ അവസാനിച്ചു. സംഭാഷണം മറ്റു വിഷയങ്ങളെക്കുറിച്ചായി. സ്കൂൾ വർത്തമാനങ്ങളും വള്ളംകളിയെപ്പറ്റിയുള്ള പരാമർശങ്ങളുമൊക്കെയായി കുറച്ചു സമയം കൂടി ഇരുന്ന ശേഷം മാധവമാമ തിരികെ പോയി. വിനയനും മഞ്ജിമയും ഉറക്കറയിലെത്തി. 2 പേരുടെയും ഉള്ളിൽ വീർപ്പും മുട്ടുന്ന തരത്തിലുള്ള ഒരാശ്ചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്താ അവരോട് പറയേണ്ടത്? മഞ്ജിമ വിനയനോട് തിരക്കി. 40 ലക്ഷം രൂപയും തോട്ടം വിറ്റ് കിട്ടുന്നതിൻ്റെ ഓഹരിയും കൂടി നല്ലൊരു തുക വരും. അത് നമുക്ക് അതല്ലേ ഉള്ളൂ ചോയ്സ്. പണമായിട്ട് കിട്ടുന്നതല്ലേ പങ്കിടാനും എളുപ്പം. അത് ശരിയാ. പക്ഷെ പണമായിട്ട് തരുമോ? എറണാകുളത്ത് ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം പറഞ്ഞത് കേട്ടായിരുന്നോ? ചിലപ്പോൾ ഫ്ലാറ്റ് വാങ്ങാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞിട്ടേ പൈസ തരുന്നുള്ളൂ എങ്കിലോ? അതിനൊക്കെ കുറേ സമയം പിടിക്കില്ലേ? വിൽക്കാനുള്ള ഫ്ലാറ്റ് നമ്മൾ പോയി കണ്ട് സെലക്ട് ചെയ്യണം, അഡ്വാൻസ് കൊടുപ്പിക്കണം. പിന്നെ ക്യാഷായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന കാര്യം സംശയമാ. ക്യാഷായിട്ട് വേണോ? ക്യാഷ് അല്ലെങ്കിൽ എൻ്റെ 30% എങ്ങനെ പങ്കിട്ട് തരും? ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമുക്ക് മറിച്ച് വിൽക്കാം. അതല്ലെങ്കിൽ ഫ്ലാറ്റ് ഈടുവെച്ച് ബാങ്ക് ലോൺ എടുക്കാം. അതിനൊക്കെ കുറേ സമയമെടുക്കും. ലിക്വിഡ് ക്യാഷായിട്ട് കിട്ടുമോയെന്ന് നോക്കാം. ഇവിടെ കിടന്ന് ഇതേപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട. ആരെങ്കിലും ഓവർ ഹീർ ചെയ്തെങ്കിൽ എല്ലാം പൊളിയും. അതോടെ 2 പേരും സംഭാഷണം അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ 2 പേരും തിരിച്ചു പോകാനൊരുങ്ങി. ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? പത്മാവതി അമ്മ മഞ്ജിമയോട് ചോദിച്ചു. പോകണം മുത്തശ്ശി. വിനയേട്ടന് ഇനി ലീവില്ല. മാത്രമല്ല വേറൊരു വാടക വീട് നോക്കേണ്ടേ? 1 ദിവസം താമസിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ 3 ദിവസമായില്ലേ. ഇനിയും വരണം. വിളിക്കാതെ തന്നെ വരണം. മനുഷ്യൻ്റെ ജീവിതമല്ലേ മോളെ. ആര് എപ്പോൾ പോകും എന്നൊന്നും അറിയാൻ പറ്റില്ല. കൺമുന്നിൽ ഇന്നലെ നിന്നയാളെ ഇന്ന് കാണാനില്ല. നമുക്ക് കിട്ടിയ ദിവസങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സ്നേഹമുള്ളവർക്ക് തമ്മിൽ കാണുകയും മിണ്ടുകയും ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര കുറവാ. മുത്തശ്ശി അവരുടെ നിധിപേടകം തുറന്ന് അതിൽ നിന്നും കുറേ സ്വർണ്ണാഭരണങ്ങളെടുത്ത് മഞ്ജിമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എത്ര പവനുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എത്രയുണ്ടെങ്കിലും എനിക്കിനി ഇതിൻ്റെ ആവശ്യം വരില്ല. ശ്രീദേവിക്ക് കൊടുത്തിട്ട് പോകേണ്ട മുതല. അവൾക്ക് വേണ്ടതിലധികം കൊടുത്തു. ഇനി അവളുടെ മോൾക്കിരിക്കട്ടെ.
നീയല്ലേ ഇല്ലാത്തവൾ? മഞ്ജിമയ്ക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു. എന്തിനടി കരയുന്നേ? എന്നോടിത്രയും സ്നേഹമുണ്ടല്ലോന്നോർത്തിട്ടാ. എനിക്കിതിൻ്റെ 100-1 പോലുമില്ല. സ്വർണം തരുന്നതാണോ സ്നേഹം? ഇത് ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നിന്റെ അമ്മ തരേണ്ടതാ. നീയല്ലേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിലൊരു പെൺകുട്ടി. ശ്രീദേവിയുടെയും മനസ്സ് മാറും. നീ കത്തയക്കണം. അച്ഛനും അമ്മയ്ക്കും വേറെ വേറെ എഴുതി അയക്കണം. നിന്റെ കൂടപ്പിറപ്പുകൾക്കും അയക്കണം. മൊബൈലിൽ എഴുതി വിട്ടാൽ പോരാ, കടലാസിലെഴുതണം. മലയാള ഭാഷാധ്യാപികയായി UP സ്കൂളിൽ നിന്ന് പെൻഷൻ പറ്റിയ പത്മാവതി അമ്മയ്ക്ക് കടലാസിൽ പതിയുന്ന ഭാഷയുടെയും വാക്കുകളുടെയും അർത്ഥവും ശക്തിയും തിരിച്ചറിയാം. ജനിപ്പിച്ചു വളർത്തിയവരോട് ക്ഷമയാചിക്കുന്നതിൽ ഒരു മാനക്കേടും തോന്നണ്ട. അവരില്ലെങ്കിൽ നീയുമില്ല. അവരെക്കാൾ വലിയവനാണെന്ന് വിചാരിക്കുന്നവൻ കീടമാണ്. മുത്തശ്ശി പറഞ്ഞു നിർത്തി. ഇരിപ്പുമുറിയിൽ ബാഗും തോളിലിട്ട് നിൽക്കുന്ന വിനയകുമാർ ശ്രീധരക്കുറുപ്പിനോട് യാത്ര പറയുകയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ ആലോചിച്ച ശേഷം ഒരു മറുപടി പറഞ്ഞ പോരെ? മതി, ഒന്നിനും ധൃതി വയ്ക്കണ്ട. ബാങ്കിൽ ഫിക്സ്ഡായിട്ട് കിടക്കുന്ന 40 lakhs പിന്നെ തോട്ടം വിൽക്കുന്നതിൻ്റെ ഓഹരിയും ക്യാഷായിട്ട് കിട്ടുമെന്ന് മഞ്ജുവിനൊരു സംശയമുണ്ടായിരുന്നു. ക്യാഷായിട്ട് കൊടുക്കാമല്ലോ. നിങ്ങൾ നന്നാവണമെന്നേ ഉള്ളൂ. അല്ലാതെ വ്യവസ്ഥയൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല മോനെ. നീ ഞങ്ങളുടെ ആരുമല്ല. വേണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്ത് അതിക്രമിച്ചു കയറിയ ഒരു കവർച്ചക്കാരനായിട്ട് നിന്നെ കാണാവുന്നതേയുള്ളൂ. എന്നിട്ടും ഞങ്ങളങ്ങനെ കാണാത്തത് അവളോടുള്ള വാത്സല്യം കൊണ്ടാ. അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ആ പണം ചിതറിച്ച് കളയാൻ മനസ്സ് വരില്ല. അത് ദൂർത്തടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലൊരിക്കലും നന്നാവാനും പറ്റില്ല. കാരണം ഞങ്ങൾ അവൾക്ക് നൽകുന്ന അനുഗ്രഹമാ അത്. അവൾക്കതിൽ നിന്ന് സന്തോഷവും നന്മയും ഉണ്ടാകണം. നീയും അതിന് പങ്കുകാരനാകണം. വിനയൻ്റെ മനക്കോട്ടകൾ ഒരു നിമിഷം കൊണ്ട് ദുർബലമായി. ഞങ്ങളിതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. പോയിട്ട് വരാം മുത്തച്ഛ. തിരിഞ്ഞ് വാതിൽ കടക്കാൻ ഭാവിക്ക് വൃദ്ധൻ്റെ പാദങ്ങളിൽ തൊട്ടു നമിക്കണമെന്ന് ഒരു തോന്നൽ വിനയനുണ്ടായി. അവൻ കുനിഞ്ഞ് ആ പാദം തൊട്ട് വന്നിച്ചു. പിന്നെ പുറത്തേക്കിറങ്ങി മഞ്ജിമ വരാൻ കാത്തുനിന്നു. അധ്യായം 12. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജർ നിർദ്ദയമായാണ് സംസാരിച്ചത്. 1ഉം 2ഉം 3ഉമല്ല, 4 ദിവസം ഒരു മുന്നറിയിപ്പ് പോലും തരാതെ ഏത് സ്ഥാപനത്തിൽ നടക്കുമിത്? 1, തനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. 2, കൺസിസ്റ്റൻസി ഇല്ല. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടോ. അത്യാവശ്യമായിട്ടൊരു യാത്ര പോകേണ്ടി വന്നതുകൊണ്ടാണ് സാർ. നാളെ മുതൽ കൃത്യമായി ജോലിക്കെത്തിക്കൊള്ളാം. വിനയകുമാർ ഒന്ന് കെഞ്ചി നോക്കി. നാളെ വന്നോളൂ. പക്ഷേ കുടയും ചൂടി സൂപ്പർവൈസറുടെ ജോലി ചെയ്ത് സുഖിക്കാനല്ല. ബംഗാളികളുടെ കൂടെ കോൺക്രീറ്റും ഇഷ്ടികയും ചുമക്കാൻ. തനിക്ക് അതേ പറ്റൂ. താങ്ക് യു സാർ. അതിനു പക്ഷേ ഫെറി കിടന്ന് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല സാർ. അവിടെ കിട്ടും, പാതാളത്തിൽ. ഗുഡ് ബൈ. തിരിച്ച് ടൗണിലെത്തിയപ്പോൾ പതിവ് ചങ്ങാതിമാർ ചോദിച്ചു, നാളെ മുതൽ ഉണ്ടല്ലോ അല്ലേ? വിനയകുമാർ മോളി. എവിടെ പോയിരുന്നടോ 4 ദിവസം? തന്നെ വല്ലാതെ മിസ് ചെയ്തു കേട്ടോ. എല്ലാവരും ചേർന്ന് തല എണ്ണി തുടങ്ങി. വരാൻ വൈകുന്നവരെ ഫോണിൽ വിളിച്ചു തിരക്കുന്നു. ഷെയർ ഇടുക. വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്നിട്ട് വേണം ഫുള്ള് മതിയോ ലിറ്റർ വേണമെന്ന് നോക്കാൻ. ഞാനില്ല, വിനയകുമാർ പറഞ്ഞു. എന്തുപറ്റി? പൈസയില്ലേ? അതല്ല, ഒരു സുഖം തോന്നുന്നില്ല. എന്തു പറ്റിയെന്ന് പറ. 4 ദിവസത്തെ ലീവ് മാനേജർക്ക് ഇഷ്ടപ്പെട്ടില്ല. പകരം വേറെ സൂപ്പർവൈസറെ വെച്ചത്രേ. പോകാൻ പറയടാ. സൂപ്പർവൈസർ മണ്ണാങ്കട്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും കൊള്ളണം, തെറിയും കേൾക്കണം. വേറെ പണി കിട്ടില്ലേ ഈ എറണാകുളത്ത്? ഒരാൾ സിഗരറ്റ് പാക്കറ്റ് തുറന്നു. ഒരെണ്ണം എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് വിനയകുമാറിൻ്റെ നേർക്ക് നീട്ടി. അത് വിട്, ഇതിലൊന്ന് പിടി. വേണ്ട, പോട്ടെ. ചങ്ങാതിമാരെ വിട്ട് ഫെറിയിലേക്ക് നടക്കുമ്പോൾ വിനയൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം തലകുത്തി മറിഞ്ഞു. നാളെ. ജങ്കാർ ഏലൂർ ചൗക്ക ഫെറിയിലെത്തിയ ഉടനെ ഇറങ്ങി നടന്നു. 3 കിലോമീറ്ററേയുള്ളൂ നടക്കാനുള്ള ദൂരം. ഓട്ടോ പിടിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. നേരം സന്ധ്യയാകുന്നു. ഇരുളുന്നു. വിളക്കുകൾ തെളിയുന്നു. അവിടെ ഇഴഞ്ഞ് പായലും പാഴ്ചെടികളും പരതിപ്പിടിച്ച മതിലിൻ്റെ ദ്രവിച്ച ഗേറ്റ് കിടന്ന് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അത്ഭുതം. വരാന്തയിൽ ഒരു നിലവിളക്ക്. ആറന്മുളയിൽ നിന്ന് വന്നപ്പോൾ കരിയില മൂടിക്കിടന്ന മുറ്റം തൂത്തു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. തമ്പുരാട്ടി അഭിനയം തുടരുകയാണോ? വരാന്തയിലേക്ക് കയറിയപ്പോൾ വീണ്ടും അതിശയം. പൊടി പിടിച്ചു കിടന്ന വരാന്തയും മുറികളും തുടച്ച് ആകെയുള്ള ഏതാനും പ്ലാസ്റ്റിക് ഫൈബർ ഫർണിച്ചർ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ മുൻപുമാകാമായിരുന്നു. മഞ്ജിമയെ കണ്ടപ്പോൾ അതിനേക്കാൾ വിസ്മയം. മുൻപത്തെ പോലെ അലക്കാൻ കൂട്ടിയിട്ട വിഴുപ്പുകെട്ടുപോലെ അലസമായി കോട്ടുവായിട്ട് കിടക്കുകയല്ല. കുളിച്ച് കുറിയൊക്കെ തൊട്ട് വൃത്തിയുള്ള വേഷമിട്ട് നിൽക്കുന്നു. ഭക്ഷണപ്പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പരിഹാസത്തിൽ വിനയൻ ചോദിച്ചു,
എന്തുപറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ, ആറന്മുളയിലെ പോലെ. സംഭവം കൊള്ളാം. വിനയൻ പോയി കുളിച്ചു വന്നു. ഡ്രസ്സ് അധികമില്ല, ഉള്ളതെല്ലാം മിക്കവാറും മുഷിഞ്ഞതാണ്. നിറം മങ്ങിയതുകൊണ്ട് മാറ്റിയിട്ടിരുന്ന ഒരു ഷർട്ടെടുത്തിട്ടു. അത് നിലത്തിട്ട് ചവിട്ടിയ പോലെ ചുളുങ്ങിക്കിടന്നു. കഴിച്ചായിരുന്നോ? മഞ്ജുമയുടെ ചോദ്യം വന്നു. ഞാൻ കഴിച്ചു. കള്ളു കുടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. പുകനാറ്റവും കിട്ടിയില്ല. തോന്നിയില്ല. നന്നാകാൻ തീരുമാനിച്ചോ? ചോദ്യം തിരിച്ചു വരികയാണ്. ഇല്ല. പിന്നെന്തു പറ്റി? പണി പോയി. നാളെ വേറെ നോക്കണം. മഞ്ജുമ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അവൾ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് കുറേ ആഭരണങ്ങൾ കിടക്കവിരിയിലേക്ക് കുടഞ്ഞിട്ടു. മുത്തശ്ശി തന്നതാ. നമ്മളിവിടുന്ന് പറഞ്ഞിട്ട് പോയ വ്യവസ്ഥ വെച്ചാണെങ്കിൽ 4-1 എടുക്കാം. അവിടെ ചെന്നിട്ട് പുതുക്കിയ വ്യവസ്ഥ വെച്ചാണെങ്കിൽ 3-1. വിനയൻ ആ ആഭരണങ്ങൾ കയ്യിൽ വാരി വിരലുകൾക്കിടയിലൂടെ ചോർത്തി വീണ്ടും വാരി. ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മളൊന്നിച്ച് അഭിനയിച്ച് കിട്ടിയ നാടകത്തിൻ്റെ പ്രതിഫലമാണല്ലോ. ശരിയാ. വിനയൻ തലയാട്ടി. ആ ക്യാഷും അവരുടനെ തരാമെന്നാ പറഞ്ഞത്. തോട്ടം വിൽക്കണ പൈസ 1-2 മാസം വൈകിയേക്കും. എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം 3-1 തരും. ഞാൻ വാക്ക് മാറ്റില്ല. എനിക്കത്രയും പോരെങ്കിലോ? അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ. എനിക്ക് പകുതി വേണം. 50-50. തരാൻ പറ്റുമോ? മഞ്ജുമ ഒന്നും പകച്ചു. കിടക്കയിലെ സ്വർണ്ണാഭരണങ്ങളിലേക്ക് നോക്കി. പിന്നെ വിനയൻ്റെ മുഖത്തേക്കും. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വ്യവസ്ഥ. മഞ്ജുമ തർക്കിക്കാൻ ഒരുങ്ങി. അതവിടെ നിൽക്കട്ടെ. 50% വെച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിന്റെ ഒരു കുറ്റവും ഞാൻ ആരോടും പറഞ്ഞില്ല. എല്ലാം എൻ്റെ തെറ്റെന്ന് സമ്മതിച്ചു. ഞാനും അങ്ങനെ തന്നെയാ ചെയ്തേ. മുത്തശ്ശിയുടെ അടുത്ത് എല്ലാം സമ്മതിച്ചു. അതാ ഞാൻ പറഞ്ഞത് 50-50. എന്തു പറയുന്നു? നോക്കിയിരിക്കും തോറും മഞ്ജുമയുടെ മുഖത്തു നിന്ന് എതിർപ്പിൻ്റെ അലകൾ മാഞ്ഞു വരുന്നതും കണ്ണുകൾ ശാന്തമാകുന്നതും വിനയൻ കണ്ടു. ശരി, സമ്മതിച്ചു. 50-50. വിനയൻ അവളുടെ മുഖത്തേക്ക് ഏതാനും നിമിഷം കൂടി നോക്കിയിരുന്നു. ഇതും നേർപകുതി വീതം പങ്കിടണ്ടേ? മഞ്ജുമ സ്വർണ്ണാഭരണങ്ങൾ 2ആയി പകുത്തുവെച്ചു. ഇഷ്ടമുള്ള പങ്കെടുത്തോ? വിനയൻ 2 പങ്കും ഓരോ കൈകളിൽ വാരി തൂക്കം നോക്കി. എന്നിട്ട് 2ഉം കൂടി ഒന്ന് ചേർത്തു. അത് മഞ്ജുമയുടെ കയ്യിലേക്ക് കൊടുത്തു. വേണ്ട, നീ മുഴുവനും എടുത്തോ. മഞ്ജുമ അമ്പരപ്പിൽ വിനയൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേണ്ടെന്നോ? അതെന്താ വേണ്ടത്തെ? ഇത് ആ മുത്തശ്ശി നിന്നോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും തന്നതല്ലേ. എനിക്ക് ഇതിന്ന് പങ്കുപറ്റാൻ എന്താ അർഹത? ഞാൻ ആരാ? നാളെയോ മറ്റന്നാളോ പിരിഞ്ഞു പോകേണ്ടവൻ. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞ ക്യാഷോ? എനിക്ക് വേണ്ട. അതെല്ലാം അവർ നിനക്ക് തരുന്നതാ. അതിന്നൊരു പങ്കും പറ്റിക്കൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു പോയിന്ന് നാളെ ഒരിക്കൽ അവരറിയുമ്പോൾ ഞാൻ ആരായി? കുറ്റങ്ങളും കുറവുകളും വിഷമങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഞാനത്ര ചറ്റയൊന്നുമല്ല. വിനയൻ എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അവിടെ ലൈറ്റും ഫാനും ഒന്നുമില്ല. വാതിലിലൂടെ മഞ്ജുമ കിടക്കുന്ന മുറിയിൽ നിന്ന് അരിച്ചു വരുന്ന വെളിച്ചമേയുള്ളൂ. പായ പോലെ തെർത്തു വച്ചിരുന്ന കാർപ്പറ്റ് നിവർത്തി അതിനു മീതെ ഷീറ്റ് വിരിച്ചു കിടന്നു. എന്തൊരാശ്വാസം! പ്രതീക്ഷകളുടെ ഭാരമില്ല. സങ്കല്പ സൗധങ്ങളുടെ നിർമ്മാണം നടക്കുന്നില്ല. ആകെ ഒരു അസ്വസ്ഥത. കാർപ്പറ്റിൻ്റെ ചില നാരുകൾ ഷീറ്റിലൂടെ മുനനീട്ടി ദേഹത്ത് തൊട്ട് ചൊറിച്ചിലുണ്ടാക്കുന്നു എന്നതാണ്. മദ്യപിച്ചിട്ട് വന്നു കിടക്കുമ്പോൾ ഇതൊന്നും അറിയാറുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പ്രകാശത്തിനൊരു മങ്ങൽ. തലതിരിച്ചു നോക്കി. ഇടവാതിലിൽ മഞ്ജുമ വന്നു നിൽക്കുന്നു. അവളുടെ നിഴൽ വീണതാണ്. മഞ്ജുമ അവൻ കിടക്കുന്നിടത്തെത്തി. പൈസ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ കണക്ക് പറഞ്ഞതും എൻ്റെ കൂടെ ആറന്മുളയ്ക്ക് വന്നതും? അപ്പോൾ തോന്നി പൈസ വേണമെന്ന്. ഇപ്പോൾ വേണ്ടെന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലിയും ഇല്ലാതായല്ലോ. ഞാനൊരാണല്ലേ, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കും. മഞ്ജുമ നിലത്ത് അവന് സമീപം ആ പഴയ ഷീറ്റിലിരുന്നു. അപ്പുറത്തെ ബെഡ്റൂമിൽ വെച്ച് മാസങ്ങൾക്ക് മുൻപ് വഴക്കിട്ട് പിരിഞ്ഞ് താനീ മുറിയിലേക്ക് കിടപ്പ് മാറ്റിയ ശേഷം ആദ്യമായിട്ടാണ് ഇവൾ അടുത്തു വന്നിരിക്കുന്നതെന്ന് അവൻ ഓർത്തു. വിനയേട്ടാ, അഭിനയമൊക്കെ കഴിഞ്ഞില്ലേ? പഴയ പോലെ വിളിച്ചാൽ മതി. ഇല്ല, തീർന്നിട്ടില്ല. വിനയൻ പ്രതികരണമില്ലാതെ കിടന്നു. വിനയേട്ടൻ്റെ മനസ്സിൽ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഇല്ലായിരിക്കും. വിനയേട്ടാ, കുറ്റങ്ങളും കുറവുകളുമുള്ള ആളാ ഞാനും. കുറേ തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എനിക്കത് മനസ്സിലായി. സോറി. ഇനി സോറി പറഞ്ഞിട്ടെന്ത് കാര്യം എന്ന് ചോദിക്കാൻ ഭാവിക്കുമ്പോഴേക്കും കണ്ണിൽ വെള്ളം വന്ന് നിറഞ്ഞു. ഇതെവിടുന്ന് വരുന്നു? നാണം കെടുത്താൻ. അരികിലേക്ക് ചേർന്ന് അവൻ്റെ നെഞ്ചിനും മീതെ കൈത്തലം വെച്ചിട്ട് അവൾ ചോദിച്ചു. എനിക്കൊരവസരം കൂടെ തന്നൂടെ? നമുക്കൊന്നുകൂടെ നോക്കാം. കഴിഞ്ഞതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ആദ്യം മുതൽക്ക്.
കണ്ണീരിൻ്റെ നനവും വികാരവും വിക്ഷുബ്ധതയും കൊണ്ട് വിറയാർന്നതായിരുന്നു അവളുടെ സ്വരം. എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപേ അവളുടെ മുഖം അവൻ്റെ വക്ഷസിനു മീതെ തല്ലിപ്പിടഞ്ഞു വീണു. അവൻ്റെ ചുളിഞ്ഞ പഴയ ഷർട്ടിലൂടെ ചൂടുള്ള ഉറവ നെഞ്ചിലേക്ക് കിനിഞ്ഞിറങ്ങാനും തുടങ്ങി. എന്തു മറുപടി പറയണമെന്ന് അവൻ ആലോചിച്ചു നോക്കി. മനസ്സിൽ വന്നതെല്ലാം നനഞ്ഞു കുതിർന്ന് അടർന്നലിഞ്ഞു പോവുകയാണ്. ഇനി ആകെ കൂടി ചെയ്യാനുള്ളത് ഇരു കൈകൊണ്ടും അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിക്കുക എന്നത് മാത്രമാണ്. പുരുഷ സഹജമായ അഹന്ത കൊണ്ട് മടിച്ചു മടിച്ചാണ് അവൻ്റെ കൈകൾ അവളുടെ ഉടലിനെ വലയം ചെയ്തത്. പിന്നെ പതിയെ പതിയെ അത് മുറുകി മുറുകി വേർപെടുത്താനാകാത്ത പോലെ ദൃഢമായി. ഇനി വേറെന്ത് മറുപടി പറയാൻ? കഥ ഇവിടെ പൂർണ്ണമാവുന്നു.